നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കട കാളിദാസ തിയേറ്റർ കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ രാത്രി 9 മണിക്ക് നടക്കേണ്ട ഷോ അധികൃതർ ക്യാൻസൽ ചെയ്തത് ഷോ തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പേ. ടെക്നിക്കൽ ഇഷ്യൂ എന്നായിരുന്നു തിയേറ്ററുകാരുടെ വാദം. വിതുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവരോടൊപ്പം സ്ത്രീകളും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഷോ നടക്കില്ല എന്നാണ് തിയേറ്റർ അധികൃതർ, മാനേജർ ഉൾപ്പെടെയുള്ളവർ ആളുകളോട് പറഞ്ഞത്. അതേസമയം ആളുകൾ 10:30ക്കുള്ള ഷോയ്ക്ക് അവർക്കും സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമായി നിന്നു. അതേസമയം 10:30ക്ക് മറ്റൊരു ഷോയാണ് നടത്തുന്നത് എന്ന് അധികൃതർ പറഞ്ഞു. എന്നാൽ ആളുകളുടെ ബഹളത്തെ തുടർന്ന് 10:30ക്കുള്ള ഷോയ്ക്കുള്ള ആളുകളും 9 മണിക്കുള്ള ആളുകളും എല്ലാം ഒരേ സമയം OD6-ൽ കയറിയിരുന്നു. 9 മണിക്കുള്ള ഷോ നടക്കില്ലെന്ന് പറഞ്ഞിട്ടും ഇവർക്കാർക്കും റീഫണ്ടും ആ സമയം നൽകിയിരുന്നില്ല. അവധി കണ്ട് സമയം ചെലവഴിക്കാൻ ഇവിടെ എത്തിയപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്നത് നീതിപൂർവമല്ല. ആളുകളുടെ ബഹളത്തെ തുടർന്ന് പോലീസ് എത്തുകയും തിയേറ്ററിന്റെ അകത്ത് ഇരുന്ന ആൾക്കാരെ ഇറക്കാൻ പറ്റില്ല എന്നും പകരം സംവിധാനം ഉണ്ടാക്കണമെന്നും പോലീസ് തിയേറ്റർ അധികൃതരോട് പറഞ്ഞു. പോലീസിന്റെയും മീഡിയാസിന്റെയും ഇടപെടൽ മൂലം തുടർന്നുള്ള നടപടികൾക്ക് തിയേറ്റർ അധികൃതർ നിർബന്ധിതരായി. ഞാൻ 6 മണിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 9 മണിയായപ്പോഴാണ് ഇവിടെ വന്ന് ടിക്കറ്റ് വന്നപ്പോൾ ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്ന് അകത്ത് കയറുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് കയറിയപ്പോൾ ടിക്കറ്റ് നോക്കാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ ക്യാൻസൽഡ് എന്നാണ് ടിക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നേരെ പോയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. സ്റ്റാഫിനെ കണ്ട് സംസാരിച്ചു. സ്റ്റാഫിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞാൽ അത് ടെക്നിക്കൽ എററാണ്. ഒരാൾ പറയുന്നു ടെക്നിക്കൽ എററെന്ന്, ഒരാൾ പറയുന്നു സെർവറിൻ്റെ എററാണ്, ഒരാൾ പറഞ്ഞു പ്രൊജക്ടറിൻ്റെ എറർ. നമ്മൾ നേരെ മാനേജറിനെ വിളിച്ചു. മാനേജറോട് സംസാരിക്കാൻ വേണ്ടി പോയി. ആ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചു പോയി എന്നാണ് പറയുന്നത്. രാവിലെ ഇന്ന് മുതൽ ഷോ ഇല്ലെന്നാണ് പറയുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഷോ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, നമുക്ക് വന്നില്ല. ഞങ്ങൾ ഈ ആപ്ലിക്കേഷൻ കയറി ബുക്ക് ചെയ്യുന്നതല്ലേ. ഷോ തുടങ്ങുന്ന സമയത്തില്ലേ, ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ മെസ്സേജ് വരുന്നത്. 9 മണിക്ക് ഷോ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നത്. 9 മണിക്ക് അല്ല, ക്യാൻസൽഡ് ഷോ ക്യാൻസൽഡ് എന്നുള്ള മെസ്സേജാണ് വരുന്നത്. പക്ഷെ 9 മണിക്കാണ് ഇവിടെ ഷോ തുടങ്ങാന്ന് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? എന്നിട്ട് 9 മണിക്ക് ഷോ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ OD6-ലോട്ട് 10:30ക്ക് അടുത്ത ഷോ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ ഇവിടെ നിൽക്കുകയാണ്. കാരണം ഇനി 10:30ക്ക് ഇപ്പൊ ബുക്ക് ചെയ്ത് ഒരുപാട് പേര് പുറത്ത് നിൽപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങള് 1 മണിക്കൂർ ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ. പ്രൊജക്ടർ ഇതാണ് പ്രോബ്ലമാണ്. ആ ഒരു ഷോ നടത്തിയപ്പം ടെക്നീഷ്യൻ പറഞ്ഞു സ്ക്രീൻ ടൈം ആണ്. അതല്ല, നമുക്കിപ്പോ ഒരു കാര്യം എന്താണ്, ഈ കൊച്ചുങ്ങളെയും കൊണ്ട് ഇത്രയും കുട്ടികളെയും രക്ഷകർത്താക്കളും നല്ല വയസ്സായിട്ട് സിനിമ കാണാണ്ടി വന്നു. ഇപ്പം 9 മണിക്ക് ഈ തിയേറ്ററിനകത്ത് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽഡ് എന്ന് പറയുമ്പോൾ അവർക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ചെയ്യേണ്ടതെന്ന് 10:30ക്കുള്ള ഷോ മാറ്റിയിട്ട് ഇപ്പൊ അവർക്ക് അവരിപ്പം നമ്മുടെ അടുത്ത് പറയുന്നു ക്യാൻസൽ ചെയ്യാമായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഈ പറയുന്ന വന്ന് കേട്ട് അറിയാലോ, ഷോ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്താണ് വന്ന് കയറുന്നത്. അത്രയും ബുദ്ധിമുട്ടി ആ ടൈമിന് വന്ന് കയറണം. അതുപോലെ തന്നെ ഈ റീഫണ്ട് അപ്പൊ 9 മണിക്ക് നമ്മൾ മാനേജറെ സംസാരിച്ചപ്പോൾ റീഫണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. അത് വിത്തിൻ 5 and 7 അത് മാത്രമല്ല, ഞങ്ങള് ഇവിടെ 60 കിലോമീറ്റർ ഡിഫറൻസിൽ ആൾക്കാർ ഇവിടെ ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ എക്സ്പെൻസ് പോലും ആരും തരുന്നില്ല, മനസ്സിലായില്ല? അത് സംസാരിച്ചപ്പോ ആർക്കും ഒന്നും സംസാരിക്കില്ല. അവിടെ ഇതുവരെ ട്രാവൽ ചെയ്ത് വരുന്ന പൈസ ആര് തരും? ഇവര് തരുമോ? അത് വേണ്ട. നമുക്ക് ഷോ കാര്യം പറഞ്ഞോളൂ. ഞങ്ങൾ ഒരു ഓപ്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമുക്ക് തന്നെ അവർക്ക് ഞങ്ങൾ 9 മണിക്ക് വന്ന് പറഞ്ഞു 10:30 വരെയൊക്കെയാണ് അടുത്ത ഷോ. ഇതിൽ അരമണിക്കൂർ മതി അവർക്ക് ആ ഷോ ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടാൻ വേണ്ടി. ഞങ്ങളിവിടെ വന്ന് എല്ലാവരും നിൽക്കുമ്പോൾ ഒറ്റയടി ക്യാൻസൽ ചെയ്യാന്നുള്ള ടൈമും ഈ പറയുന്ന പോലെ ഈ 10:30 ആണെന്നുള്ള അവർക്ക് നോർമലായിട്ട് ക്യാൻസൽ ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉള്ളു. അപ്പൊ അവര് ഒന്നുകിലും വരാതിരിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. റീഫണ്ട് ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുമില്ല. അത് 5 to 7 days പിടിക്കും. അവര് മറ്റേ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയണം ഇന്നടത്ത് ചെക്ക്. നമുക്ക് റീഫണ്ട് മാത്രമല്ല നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ, കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം മെനക്കെടുത്ത് ഈ പറയുന്ന പോലെ രാവിലെ വന്നിട്ട് കൊച്ചിയിൽ ഒരു സിനിമ കാണാൻ വേണ്ടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഒരു ഹോളിഡേ വരുമ്പോഴത്തേക്കും അല്ലേ നമ്മൾ ഇതിനൊക്കെ വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്?
അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വേറെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. തിയേറ്ററിൽ പോകില്ല.